ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഫിഷ് കിട്ടിയായിരുന്നു. നെത്തോലി, മത്തി. അങ്ങനെ മത്തി ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു. ഈ മത്തിക്ക് മുട്ടയുണ്ട്, മത്തിക്കകത്ത് മുട്ടയുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും കഴിക്കുമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മത്തി കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു കഥ ഓർമ്മ വന്നു. അത് ഞാൻ പറയാം. എൻ്റെ ചെറുതിലെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ വാപ്പ ഒരു വൈകിട്ട് 3:30 ആകുമ്പോൾ ചന്തയിലോട്ട് പോകും. ചന്തയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ വാപ്പ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകും. അപ്പോൾ ഞാനും കൂടി പോയി ചന്തയുടെ ഒരു സൈഡിൽ നിർത്തും. അവിടെയൊക്കെ വൃത്തികേടാവണ്ട, ഡ്രസ്സിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് നിർത്തിയിട്ട് വാപ്പ ചന്ത മൊത്തവും കറങ്ങും. നമ്മൾ അവിടെ നിന്ന് നമ്മളെ കാലിൻ്റെ വേരിറവും. അതുവരെ അവിടെ നിൽക്കും. നിന്ന് അവസാനം നോക്കുമ്പോൾ വാപ്പ ഒരു 7-8 പ്രാവശ്യം ചന്ത മൊത്തവും വലം വയ്ക്കും. പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം എല്ലാ മീനുകളും നോക്കും. ഈ നോക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ വലിയ സ്രാവുമായിട്ട് വരുമെന്ന്. നിന്ന് നമ്മൾ അടപ്പളാവുമ്പോൾ വാപ്പ അങ്ങനെ വരും, ഒരു അരച്ചാക്ക് മത്തിയുമായിട്ട്. പിന്നെ അത് രണ്ടുപേരും ഞാനും വാപ്പയും കൂടെ വീട്ടിലോട്ട് പോകും. നമ്മൾ വീടെത്താറാവുമ്പോൾ വീട്ടിലുള്ളവർക്ക് നെഞ്ചുവേദന, കാലുവേദന, മുട്ടുവേദന, നടുവേദന, മുതുവേദന എല്ലാം അപ്പോൾ വരും. ഈ മീൻ കണ്ട ആർക്കും വരും, ഇല്ലാത്തവർക്ക് വരെ വരും. അതിൽ കുറവ് വേദനയുള്ള ഒരാൾ ഇത് കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ട് പോകും. എടുത്തുകൊണ്ട് പോയി അവർ കട്ട് ചെയ്ത് കുറേ ആകുമ്പോൾ ആരായാലും മടുക്കൂല. അവർ വലോ ഇടോ ഒന്നും നോക്കിയിട്ട് ഈ മീൻ 2 കൈ കൊണ്ട് വാരി എറിഞ്ഞിട്ട് അത്യാവശ്യം മീൻ മാത്രം കട്ട് ചെയ്ത് കറിയാക്കും. എനിക്ക് ഇപ്പോൾ ഈ മത്തി കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. ഇന്നത് പറ്റില്ല ഗൈസ്. അന്ന് 10 രൂപ കൊടുത്താൽ അരച്ചാക്ക് മത്തി കിട്ടുമായിരുന്നു. ഇന്ന് 6 മത്തിക്ക് ഞാൻ 200 രൂപ കൊടുത്തു. അപ്പോൾ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ മത്തി അന്നത്തെ മത്തിയും തമ്മിൽ കാണുമ്പോൾ ഇതാ ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മുട്ട നല്ല ടേസ്റ്റാണ് ഗൈസ്. അതാണ് അത് ഫ്രൈ ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തു. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു, അത്ര സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു ഈ ഫിഷിനെക്കാളും ടേസ്റ്റാണ് ഈ മുട്ട. അങ്ങനെ മീനിൽ സംഭവങ്ങളൊക്കെ ഇട്ടു, തിളച്ചു. മീൻ ഇറക്കാറായി, അത്യാവശ്യം വറ്റി തുടങ്ങി. അപ്പോൾ അത് വറ്റി അത് ഇറക്കി വെക്കാം. പിന്നെ മീനിലിട്ട സംഭവങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. മാങ്ങ, തക്കാളി, മണമുള്ള പച്ചമുളക്. മുരിങ്ങയൊക്കെ കിട്ടിയില്ല, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അതും കൂടി ഇട്ടെങ്കിൽ സൂപ്പറായിരുന്നേ. ഇനി നമുക്കൊരു പയർ തോരനും കൂടി വെക്കാം. ഇതെന്താ വള്ളിപ്പയർ, അത് തോരനും കൂടി വെക്കാം. തോരനാക്കിയിട്ടുണ്ട്. അതും സാധാരണ നമ്മൾ സാധാ അടിച്ച് വെക്കും പോലെ തന്നെ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ച്. പിന്നെ ചീനിയുണ്ട്, ചീനിയും ആക്കാം. ചീനിയും ഈ നമ്മൾ വെക്കും പോലെ തന്നെ അതും വെച്ചു. നല്ല ചീനിയാണ്, വയലി ചീനിയാണ്, അതും വെച്ചു. ഇനി നമുക്ക് കുറച്ച് ചോറിടാം. ആദ്യം ഇല വാട്ടി, നല്ല വാഴയില എടുത്തു, അത് വാട്ടി അതിൽ ചോറിട്ടു. പിന്നെ ചീനി ഇട്ടു. ചീനി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ ചീനി ഇട്ടു. ചീനിയൊക്കെ ഒരുപാട് ഇടുന്നു. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഭയങ്കര തീറ്റി പണ്ടാരങ്ങളാണ്. നല്ല ഗൈസ്, ഇത് 3 പേർക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ തോരൻ, നല്ല സൂപ്പർ തോരനാണ്. തോരനിട്ടു. ഈ പയർ ഞങ്ങളെ വീട്ടിൽ തന്നെ പിടിച്ചതാണ്. എപ്പോഴോ വാങ്ങിയതിൻ്റെ വിത്ത് വേസ്റ്റിൽ കൂടി പോയി, അത് അവിടെ കിടന്ന് പൊടിച്ചതാണ്. അതിനെ ഞങ്ങൾ പരിപോഷിപ്പിച്ചെടുത്തു. അത്യാവശ്യം നല്ല പയർ നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെടുത്ത് തോരൻ വെച്ചതാണ്. പിന്നെ മത്തി വെച്ചു. പിന്നെ അതിൻ്റെ മുട്ട വെച്ചു. മുട്ട നല്ല രസമാണ്, അത് ടേസ്റ്റ്. അത് കാണുമ്പോൾ തന്നെ കൊതിയാവും. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കൊക്കെ മത്തിയുടെ മുട്ട നല്ല ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം വെച്ചു, ഒരുവിധം എല്ലാം ഒപ്പിച്ചെടുത്തു. പിന്നെ അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേസ്. ആ സമയത്ത് അതെല്ലാം വിട്ടുപോയായിരുന്നു. പിന്നെ ആ നെത്തോലി നമ്മൾ കറിയാണ് വെച്ചത്. ആ നെത്തോലി കറി വേറൊരു ബൗളിലെടുത്തു. അതിലോട്ട് ഒഴിക്കാൻ നിന്നില്ല, ബൗളിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. കറി കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ഇനി കഴിച്ചിട്ട് എന്താണെന്ന് പറയാം. അങ്ങനെ കഴിക്കാൻ തുടങ്ങി. മോനും വാവയും ആൻറ്റിയും കൂടിയാണ് കഴിക്കുന്നത്. വാവയ്ക്ക് കൊടുത്തപ്പോൾ തുള്ളലുണ്ട്. തുള്ളൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മോൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു. ഇനി അടുത്ത ആൻറ്റി കഴിക്കാൻ പോകുന്നു. ഇനി ആൻറ്റി കഴിച്ചിട്ട് ബാക്കി പറയട്ടെ. ആൻറ്റി കുഴച്ചെടുക്കുന്നതേ ഉള്ളൂ. ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആൻറ്റി കഴിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. സംഭവം കൊള്ളാമെന്ന് കാണിച്ചു. ഞാനും കഴിച്ചു. റാഹത്തായി, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ ഉച്ചഭക്ഷണം സൂപ്പറായി. ഞങ്ങളിതാ ഇലയും മടക്കി കുശാൽ.